അധ്വാനം അല്ലെങ്കിൽ വ്യായാമം ഉള്ള ദിവസം നമ്മൾ കഴിക്കുന്ന അത്രയും ഭക്ഷണം വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യായാമം ഇല്ലാത്ത ദിവസം കഴിക്കരുത്. അതാണ് പ്രധാനം. കൈയുടെയും കാലിന്റെയും സ്ട്രെങ്ത്, അതാണ് നമ്മുടെ ആരോഗ്യം. ആരോഗ്യം എല്ലാ പാർട്ടും ശരിയായിരിക്കുന്നതാണ് മനുഷ്യന്റെ ശരീരം മൊത്തം. അതാണ് ആരോഗ്യം. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നതിന് 100% നമ്മൾ ജാഗ്രത പുലർത്തണം. കാശുണ്ടായാൽ ആരോഗ്യം കിട്ടില്ല. നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ആരോഗ്യം വേണം. നമ്മുടെ കാല്, കൈ ഒക്കെ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ റിസ്റ്റ്, എൽബോ, ഷോൾഡർ എപ്പോഴും നല്ല പവർ ആയിരിക്കണം. ഹിപ്പ്, നീ, ആങ്കിള് ഒക്കെ എപ്പോഴും നല്ല സ്ട്രോങ് ആയിരിക്കണം. പലർക്കും ഈ മുട്ടിന് വേദനയൊക്കെ വരുന്നത് അപ്പർ ബോഡി വെയിറ്റ് കൂടുന്നത് കൊണ്ടാണ്. നിങ്ങൾ സ്വാഭാവികമായിട്ടും ഈ ഫിസിക്കൽ ട്രെയിനിങ് ചെയ്യുമ്പോൾ വാമപ്പ് ചെയ്യാതെയും അതുപോലെ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് സ്ട്രെങ്തൻ ചെയ്യാത്തതും കൊണ്ടൊക്കെയാണ് പലർക്കും ഇതിന്റെ അപാധകളും ന്യൂനതകളും ഒക്കെ വരുന്നത്. അതുകൊണ്ട് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇപ്പൊ സാർവത്രികമാണ്. അത് മുട്ടിന്റെ കുഴപ്പം വരുന്നത് മുട്ടിന് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ്. മുട്ടിന് സ്ട്രെങ്ത് ഇല്ലാത്തത് തൈ മസിലും ആംസ്റ്റിംഗ് മസിലും കാഫ് മസിലിനും സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് മുട്ടുവേദന എടുക്കുമ്പോൾ നടത്താൻ അല്ലെങ്കിൽ ഓട്ടം അങ്ങ് സ്റ്റോപ്പ് ചെയ്യരുത്. ഏത് മാർഗവും നമ്മൾ ഡെയിലി ഒരു അരമണിക്കൂർ നടക്കാൻ നോക്കണം. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ അളവിലുള്ള ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കരുത്. അധ്വാനിക്കുന്ന ദിവസം കഴിക്കുന്ന ഭക്ഷണം അധ്വാനിക്കാതെ അല്ലെങ്കിൽ ശരീരം അനങ്ങാതിരിക്കുന്ന ദിവസം കഴിക്കാൻ ശ്രമിക്കരുത്. രണ്ടും ഒരേ അളവിൽ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കാലറി ബേൺ ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ സദ്യ ആണെങ്കിൽ പോലും നല്ലതുപോലെ 3 പ്രാവശ്യം ചോറ് വാങ്ങിക്കും. ആദ്യം ചോറ് പരിപ്പിന് വാങ്ങിക്കും, പിന്നെ സാമ്പാറിന് വാങ്ങിക്കും, പായസം എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും പുളിശ്ശേരിക്ക് വാങ്ങിക്കും. ഇതെല്ലാം കൂടെ ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ്. അങ്ങനെയാണ് കൂടുതലും ഈ പഞ്ചാര കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടിയിട്ട് നമുക്ക് ഷുഗർ കംപ്ലൈന്റ് വരുന്നത്. അതുകൊണ്ട് ഭക്ഷണം വളരെ കൃത്യമായിട്ട് 2 ഇഡ്ഡലി കഴിച്ചാൽ നമ്മൾ 1 മണിക്കൂർ പോലും പ്രാക്ടീസ് ചെയ്താൽ അത് ബേൺ ചെയ്ത് പോയില്ല, അതിന്റെ കാലറി ബേൺ ചെയ്ത് പോയില്ല. അപ്പോൾ ഭക്ഷണം കൃത്യമായിരിക്കണം, ഉറക്കം കൃത്യമായിരിക്കണം, നമ്മുടെ രാവിലെയുള്ള വ്യായാമം കൃത്യമായിരിക്കണം. ഈ കൃത്യമായിട്ടുള്ള ജീവിതത്തിലാണ് നമ്മൾക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്നത്. ഹായ് ഫിസിക്കൽ ട്രെയിനിങ് അക്കാദമി, എടപ്പള്ളി കോട്ട, ചാവറ, കൊല്ലം.